മറാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. തുഅറഫുൽ അഷ്യാഉ ബി അൽദാദിഹ, കാര്യങ്ങൾ അവയുടെ വിപരീത ഫലങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില അറിയുന്നത് രോഗം വരുമ്പോഴാണ്. അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്തിന്റെ വില അറിയുന്നത് ദാരിദ്ര്യം വരുമ്പോഴാണ്. അല്ലാഹു നമുക്ക് നൽകിയ യുവത്വത്തിന്റെ വില അറിയുന്നത് വാർദ്ധക്യം വരുമ്പോഴാണ്. അലാ ലൈത ശബാബ യഊദു യൗമ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബ്. ഒരു അറബി കവി പറഞ്ഞു, എൻ്റെ യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എൻ്റെ വാർദ്ധക്യം എന്നെ പെടുത്തുന്ന കഷ്ടപ്പാടുകളും ആ യുവത്വത്തിനോട് എനിക്ക് പറയാമായിരുന്നു എന്ന്. യുവത്വം അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അതുപോലെ നമ്മുടെ ജീവിത പങ്കാളി ശരീക്കെ ഹയാത്ത്, ഈ ജീവിത പങ്കാളി നമുക്ക് അല്ലാഹു നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ്. സാധാരണ വിധവകളുണ്ട്. ആ വിധവകളുടെ കണ്ണുനീർ ഒരിക്കലും വറ്റുന്ന കണ്ണുനീരല്ല. തന്റെ സഹോദരിമാർ, കൂട്ടുകാരികൾ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത് കാണുമ്പോൾ ആ വിധവയുടെ ഹൃദയത്തിന്റെ ഒരു തേങ്ങലുണ്ട്. യാ ലൈത കുന്ത ഫീന, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. തന്റെ പ്രിയപ്പെട്ട യതീമായ മകൻ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുമ്പോൾ ആശീർവദിക്കാൻ അനുമോദിക്കുന്നതിന് വേണ്ടി പലരും അടുക്കലേക്ക് എത്തുമ്പോ ആ വിധവയുടെ ഹൃദയത്തിന്റെ തേങ്ങൽ എന്താണ്? യാ ലൈത കുന്ത ഫീന, ഇതൊന്നും കാണാൻ നിങ്ങളില്ലല്ലോ, നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ട മകളെ, ആ വിധവയുടെ മകളെ, യതീമായ മകളെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയം എല്ലാവരും കൂടിച്ചേർന്ന് ആ കുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയോട് അവസാനമായി വന്ന് യാത്ര ചോദിക്കുകയാണ്. പൊന്നുമകൾ യാത്ര ചോദിച്ച് പ്രിയപ്പെട്ട ഉമ്മാക്ക് മുത്തം കൊടുത്തുകൊണ്ട് യാത്ര ചോദിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ആ വിധവയുടെ ഹൃദയത്തിന്റെ തേങ്ങൽ, യാ ലൈത കുന്ത ഫീന, നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ മകൾ പുതുമണവാട്ടിയായിക്കൊണ്ട് അണിഞ്ഞൊരുങ്ങി പോകുന്നത് കാണാൻ നിങ്ങളില്ലല്ലോ, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർക്ക് നൽകിയ ഭർത്താവ് എത്ര വലിയ അനുഗ്രഹം.